മിനിറ്റ് അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് പോകുന്നതിന്റെ ഇടയിൽ കൂടുതൽ ഏണിങ്സ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ ഇതെനിക്ക് നല്ലൊരു അപ്ഡേഷൻ ആയിട്ട് തോന്നി. കാരണം ഈ ഒരു 3 അപ്ഡേഷനിലും എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് നമ്മുടെ വീഡിയോസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് പുതുതായിട്ട് കൊണ്ടുവന്ന 3 അപ്ഡേഷനെ പറ്റിയാണ്. പുതിയ യൂട്യൂബേഴ്സിനും അതുപോലെ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്ത് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ചാനൽ മോണിറ്റൈസ്ഡ് ആയവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു അപ്ഡേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ 3 അപ്ഡേഷനിലും എനിക്ക് വളരെ ഉപയോഗപ്രദമായിട്ട് തോന്നിയത് ഒരു അപ്ഡേഷനാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസ് ഒക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒന്നാമത്തെ അപ്ഡേഷനെ പറ്റി പറയാം. ഒന്നാമത്തെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ടേക്ക് എ ബ്രേക്ക്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ 1-2 മണിക്കൂർ ലൈവ് പോകുന്നവരായിരിക്കും. ഞാനും എന്റെ ചാനലിൽ ലൈവ് ചെയ്യാറുണ്ട്. സാധാരണ ഈ ഗെയിമിംഗ് ചാനലൊക്കെ നടത്തുന്ന ആൾക്കാർ 1, 2, 3, 4 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ലൈവ് പോകുന്നവരാണ്. അപ്പോൾ ഈ ലൈവ് സ്ട്രീം ചെയ്യുന്നതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ സാധാരണയായിട്ട് നമ്മൾ മ്യൂട്ട് ആക്കിയിട്ട് പോവാലാണ് പതിവ്. അപ്പോൾ ഇനി അതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ലൈവ് സ്ട്രീമിനിടയിൽ ബ്രേക്ക് എടുക്കാം. 15 മിനിറ്റ് അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് പോകുന്നതിന്റെ ഇടയിൽ നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ടൈം വരെ നമുക്ക് ബ്രേക്ക് എടുക്കാം. ഈ ബ്രേക്കിനിടയിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് പ്ലേ ചെയ്ത് കൊടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ വീഡിയോ കാണിക്കാം. ഇതെനിക്ക് നല്ലൊരു അപ്ഡേഷൻ ആയിട്ട് തോന്നി. കാരണം മോണിറ്റൈസ്ഡ് ആയ ചാനൽസിന് കൂടുതൽ ഏണിങ്സ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ ലൈവ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബ്രേക്ക് എടുക്കാനും അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഇനി രണ്ടാമത്തെ അപ്ഡേഷനെ പറ്റി പറയാം. ഈ ഒരു അപ്ഡേഷനാണ് ഈ ഒരു 3 അപ്ഡേഷനിലും എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. കാരണം ഇനി മുതൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാനായിട്ട് കഴിയും. ഇതുവരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണാനായിട്ട് കഴിയില്ല. പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ നമുക്കത് അറിയില്ല അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ ഇനി മുതൽ നമുക്കത് കാണാനായിട്ട് കഴിയും. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയുടെയും ചാനൽ നെയിമിന്റെയും ഇടയിലായിട്ട് സീ യുവർ സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ചാനൽ ആരൊക്കെയാണോ സബ്സ്ക്രൈബ് പബ്ലിക് ആക്കി വെച്ചിട്ടുള്ളത് ആ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി പ്രൈവറ്റ് ആക്കി വെക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള അപ്ഡേഷനെ പറ്റി പറയാം. ഇതാണ് ചാനൽ അനലിറ്റിക്സ്. നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ചാനൽ അനലിറ്റിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് കാണും. നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതോ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ അനലിറ്റിക്സ് ആണോ ചെക്ക് ചെയ്തതെന്ന്. അപ്പോൾ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഇനി ആ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് ആണ് ചെക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ സൈഡില് നമ്മുടെ തമ്പനെയിൽ കാണാനായിട്ട് കഴിയില്ല. ഇല്ല നമ്മുടെ വീഡിയോയുടെ അനലിറ്റിക്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തമ്പനെയിൽ അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇനി ആ ഒരു ഡൗട്ട്സ് വേണ്ട. ഇനി ഇത് ചാനലിന്റെ അനലിറ്റിക്സ് ആണോ നമ്മുടെ വീഡിയോയുടെ അനലിറ്റിക്സ് ആണോ എന്നുള്ളൊരു കാര്യത്തിൽ യൂട്യൂബേഴ്സായ നമ്മൾ ഈ കാര്യങ്ങൾ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷനൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.